2026 ഒരുപാട് നല്ല മലയാള സിനിമകൾ പുറത്തിറങ്ങിയ വർഷമായിരുന്നു 2026. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. അതിൽ തന്നെ തിയേറ്ററിൽ ഇട്ടടിച്ച സിനിമകളും ഉണ്ടായിരുന്നു. തിയേറ്ററിൽ വലിയ അഭിപ്രായം നേടാതെ OTT ഇറങ്ങിയപ്പോൾ അഭിപ്രായം നേടിയ സിനിമകളും ഉണ്ടായിരുന്നു. തിയേറ്ററിൽ നല്ല അഭിപ്രായം നേടി OTT വന്ന് ട്രോളും ഏറ്റുവാങ്ങിയ സിനിമകളും മലയാളത്തിലുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ പഴയ മലയാള സിനിമകൾ കുറച്ച് റീ റിലീസ് വന്ന വർഷം കൂടിയായിരുന്നു 2024. ഈ ആൽബം ഏതോ വലിയ മനുഷ്യനുള്ള സമർപ്പണമാണെന്ന് സർ പറയുകയുണ്ടായി. അദ്ദേഹം ആരാണ്? അയാൾ സംഗീതത്തിന്റെ രാജാവാണ്. ഈ അന്തരീക്ഷത്തിലെത്തിയ ഒരു ശക്തിയുണ്ട്. ആ ശക്തിക്ക് ആരോടോ എന്തോ പറയാനുണ്ട്. Yes. Somebody wants to say something to someone. പോയിക്കോളണം, ഇല്ലെങ്കിൽ പറപ്പിക്കും ഞാൻ. ഏത് നായിന്റെ മോനാണ് അറിയേണ്ടത് അവളുടെ കഴുത്തിൽ താലി കെട്ടുവൻ ആരാണെന്ന്? 2024 പോലെ ഒരു അടിപൊളി വർഷമായിരിക്കും മലയാള സിനിമയ്ക്ക് 2025. അതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് 2025 ജനുവരി റിലീസ്. മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും സിനിമകൾ ആദ്യ മാസം തന്നെ തിയേറ്ററുകളിൽ എത്തുകയാണ്. 2025 ജനുവരിയിൽ തിയേറ്ററിൽ എത്താൻ പോകുന്ന മലയാള സിനിമകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. But I don't know if that can erase all the past. A reflection of the emptiness, hilarious. You think you're worth my time, you're delirious. Mysterious because you hide behind a face. Superior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words you back. I want you to feel free from the chains that last, and to believe in what you got, it was built to last. Yeah. I've been put through hell. I never got anyone's help. 2024 പോലെ തന്നെ 25 മലയാള സിനിമയുടെ ഒരു വർഷമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.